യേശുവിന്റെ നാമം എന്ന് പറയുന്ന അധികാരമുള്ള നാമമാണ്. യേശുവിന്റെ നാമം എന്ന് പറയുന്ന സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ലഭിച്ച നാമമാണ്. ആ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടക്കപ്പെടുന്ന ഏകനാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗസൗഖ്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയും. യേശുവിന്റെ നാമം പറയുമ്പോൾ തന്നെ അന്ധകാര ശക്തികൾ വിട്ടുപോകും. അപ്പൊ യേശുവിന്റെ നാമം എന്ന് പറയുന്ന അധികാരമുള്ള നാമമാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ലഭിച്ച നാമ യേശുവാണ്. യേശു അവസാനമായി പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവേൻ. സകല ജാതികളെ ശിഷ്യരാക്കുവാൻ മഹാദൈവം ഞങ്ങളോട് പറഞ്ഞു. സ്വർഗത്തിലെ ഭൂമിയിലെ സകല അധികാരം വെച്ച കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു. ആ യേശുവിന്റെ കൽപ്പന അനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ യേശു പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ലഭിച്ചത് യേശുവിനാണ്. ആ യേശുവിന്റെ നാമത്തിലാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരം ലഭിച്ച നസനായ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ അറ്റത്തോളം എന്റെ സാക്ഷികളാകുവാൻ. ആ മഹാദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച്, ആ മഹാദൈവം ഞങ്ങളോട് പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ ഈ പൂങ്കുളം ദേശത്തേക്ക് കടന്നു വന്നത്. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടമല്ല. ദൈവം ഈ പൂങ്കുളം ദേശത്തെ സ്നേഹിക്കുകയാണ്. ഈ പൂങ്കുളം ദേശത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ ബിസിനസ്സുകാരെ ഉയർത്തുവാനും അവർക്ക് നന്മ കൊടുക്കുവാനും ആഗ്രഹിക്കുവാണ്. അതുകൊണ്ടാണ്, ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ പൂങ്കുളം ദേശത്തേക്ക് കടന്നു വന്നത്. മറ്റൊരുത്തന്നിലും രക്ഷയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മറ്റൊരുത്തല്ലും രക്ഷയില്ല. രക്ഷയ്ക്ക് ഏകനാമം യേശുവിന്റെ നാമമാണ്. ആ നാമം സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന നാമമാണ്. എല്ലാ നാമത്തിനും മേലായ നാമം ലഭിച്ചത് യേശുവിനാണ്. ആ യേശുവിന്റെ നാമം അത്ഭുതങ്ങളുടെ നാമമാണ്. യേശുവിന്റെ നാമം കേൾക്കുമ്പോൾ തന്നെ അന്ധകാര ശക്തികൾ വരണ്ടോടും, പൈശാച ശക്തികൾ വരണ്ടോടും, കൂട്ടശക്തികൾ അടുക്കത്തില്ല. അത്രയ്ക്കും അധികാരമുള്ള നാമമാണ് യേശുവിന്റെ നാമം എന്ന് പറയുന്നത്. ആ നാമത്തിന് അധികാരമുണ്ട്. ആ യേശുവിന്റെ നാമം, യേശു സർവശക്തനായ ദൈവമാണ്. സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന ദൈവമാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടക്കപ്പെടുന്ന ഏകനാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ രക്ഷയുണ്ട്, സമാധാനമുണ്ട്, നിത്യജീവനുണ്ട്. എന്താണ് നിത്യജീവൻ? ഏകസത്യതയുമായ പിതാവിനെയും പിതാവ് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. പിതാവ് സകലത്തിന്റെ സൃഷ്ടികർത്താവാണ്, സകലത്തിന്റെ അധികാരിയാണ്, ആ മഹാദൈവമാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പൊ പിതാവിനെ അറിയണം, രണ്ട് യേശുവിനെ അറിയണം. യേശുവാണ് നമ്മുടെ പാപത്തിന് വേണ്ടി മൂന്നാണികളാൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത്. യേശുവാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. നമ്മുടെ പാപത്തിന്റെ മറുവിലയായി തീർന്ന യേശുവാണ്. നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ആ യേശുവാണ് ഇനി വീണ്ടും വരാൻ വേണ്ടി പോകുന്നത്. അവസാനം ന്യായം വിധിക്കുന്ന യേശുവാണ്. 1000 ആണ്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ രാജാതി രാജാവായി വാഴും. യേശു അവസാനം ന്യായം വിധിക്കും. ന്യായം വിധിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുവിൽ വിശ്വസിച്ചാൽ നിത്യജീവനുണ്ട്. ഏകസത്യതയുമായ പിതാവിനെയും പിതാവ് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പൊ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണം. ആ പുസ്തകത്തിൽ പേരുള്ള ഒരാള്
नित्यजीवन लभिकत्तुल्लू। ओ भाई बहन लोग, यीशु मसीह परमेश्वर है, आपको पाप के लिए मर गया, तीसरे क्रूस में मर गया, तीसरा दिन उड़ के स्वर्ग में गया। वो यीशु मसीह परमेश्वर है, वो यीशु मसीह वापस आएगा, एक दिन वापस आएगा आपको लेके जाने के लिए। किसको लेके जाएगा? कौन है? यीशु मसीह परमेश्वर है, यीशु भगवान है। वो कौन विश्वास करके उसको विश्वास करके यीशु को विश्वास करेगा, वो आदमी को लेके जाने के लिए यीशु मसीह वापस आएगा। एक दिन आएगा, आज और कल आएगा। वो आने के टाइम आपको स्वर्ग में जाने के लिए आप यीशु मसीह को विश्वास करने का। यीशु परमेश्वर, यीशु आपका पाप के लिए मर गया, यीशु तीसरा दिन उड़ के स्वर्ग में गया। वो यीशु मसीह जिंदा गए, वो स्वर्ग में जिंदा गए। वो यीशु वापस आएगा, एक दिन आएगा आपको लेके आने के लिए। യേശു സ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവമാണ്। യേശു എന്റെ നിങ്ങളുടെ പാപത്തിന് വേണ്ടിയാണ് മൂന്നാണികളാൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവമാണ്. ആ യേശു ക്രിസ്തു വീണ്ടും വരാൻ വേണ്ടി പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബ രക്ഷ പ്രാപിക്കും.